ഹലോ, ഹൈ വാല്യൂ കറന്റ് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിലൂടെ കവർ ചെയ്യുന്ന ഡോട്ട്സ് അക്കാഡമിയുടെ സീരീസ് തുടരുന്നു. നമുക്ക് ഈ സെഷനിലെ ആദ്യത്തെ ചോദ്യം നോക്കിയാലോ. നെയിം ദ സ്റ്റേറ്റ് ഇൻ വിച്ച് 179 മാംഗ്രോവ് പിത്ത ബേർഡ്സ് ഹാവ് ബീൻ സൈറ്റഡ് റീസെൻ്റ്ലി. റീസെൻ്റ്ലി മാംഗ്രോവ് കണ്ടൽക്കാടുകളിൽ മാത്രം കാണുന്ന ഒരു തരം പിത്ത ബേർഡ്സ് എന്ന് പറയുന്ന 179 ബേർഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, സൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് എവിടെയാണെന്നാണ് ചോദ്യം. എവിടെയാണ്? ഒഡീഷയിലാണ്. അപ്പോൾ മാൻഗ്രോവ് കണ്ടൽക്കാടുകൾ ഉള്ളതുകൊണ്ട് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് വെസ്റ്റ് ബംഗാളായിരിക്കും. പക്ഷേ റീസെൻ്റ്ലി സൈറ്റ് ചെയ്തിരിക്കുന്നത് ഒഡീഷയിലാണ്. ഒഡീഷയിലും കണ്ടൽക്കാടുകളുണ്ട്. ആൻഡ് മാംഗ്രോവ് പിത്ത ബേർഡ്സ് ആർ നിയർലി ത്രെറ്റൻഡ് സ്പീഷീസ്. അതും ശ്രദ്ധിക്കുക, നിയർലി ത്രെറ്റൻഡ് സ്പീഷീസ് ആണ്. ഫൗണ്ട് ഇൻ a few pockets of ഈസ്റ്റേൺ ഇന്ത്യ. ഈസ്റ്റേൺ ഇന്ത്യയിലെ ഫ്യൂ പോക്കറ്റ്സിൽ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് മാംഗ്രോവ് പിത്ത ബേർഡ്സിനെ കാണുന്നത്. അതും ഇൻക്ലൂഡിങ് ഒഡീഷാസ് ഭിത്താർകനിക നാഷണൽ പാർക്ക്. ഭിത്താർകനിക നാഷണൽ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, എവിടെയാണ്? ഒഡീഷയിലാണ്. അതേപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻസിലും ഈ പറയുന്ന മാംഗ്രോവ് പിത്ത ബേർഡ്സ് കാണാം. ഇറ്റ് വാസ് ഒബ്സർവ്ഡ് ഇൻ ദി ഫസ്റ്റ് സെൻസസ് ഓഫ് മാംഗ്രോവ് പിത്ത ബേർഡ്സ്. ആദ്യമായിട്ട് ഈ മാംഗ്രോവ് പിത്ത ബേർഡ്സിൻ്റെ ഒരു സെൻസസ് നടത്തി. ആ സെൻസസിലാണ് ഇത്രയും ബേർഡ്സ് ഉണ്ട് എന്നുള്ളത് ഒഡീഷയിലുള്ളത് അങ്ങനെ ഒന്ന് സൈറ്റ് ചെയ്തിരിക്കുന്നത്. അത് ആ ഫസ്റ്റ് സെൻസസിലാണ്, മാംഗ്രോവ് പിത്ത ബേർഡ്സിൻ്റെ ഫസ്റ്റ് സെൻസസിലാണ് അത് സൈറ്റ് ചെയ്തത്. നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കിയാലോ. എന്താണ് രണ്ടാമത്തെ ചോദ്യം? അക്കോർഡിംഗ് ടു ദ ലേറ്റസ്റ്റ് UN ഡേറ്റ, വിച്ച് കൺട്രി ഹാസ് സർപാസ്ഡ് ചൈന ടു ബിക്കം ദ വേൾഡ്സ് മോസ്റ്റ് പോപ്പുലസ് നേഷൻ വിത്ത് 142.86 crore പീപ്പിൾ. ഏതായിരിക്കും നേഷൻ ചൈനയെ സർപ്പാസ് ചെയ്തിരിക്കുന്നത്? ചൈനയെ സർപ്പാസ് ചെയ്തിരിക്കുന്നത് ഏതാണ് കൺട്രി? നമ്മുടെ തന്നെ രാജ്യമാണ് ഇന്ത്യ. റൈറ്റ്. ചൈന ദ സെക്കൻഡ് മോസ്റ്റ് പോപ്പുലസ് കൺട്രി ഹാസ് എ പോപ്പുലേഷൻ ഓഫ് 142.57 crore. വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല ചൈനയും ഇന്ത്യയും തമ്മിൽ, പോയിന്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇന്ത്യയുടെ ഒരു കണക്കനുസരിച്ച് പോപ്പുലേഷൻ വരുന്നത് 142.86 ആണെങ്കിൽ ചൈനയുടേത് വരുന്നത് 142.57 ആണ്. It is also the first time since 1950 when the UN first began keeping global population records that China has been knocked off the top spot. ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് it is on the basis of UN report, State of World Population Report by UN Population Fund. UN Population Fundൻ്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് ചൈനയെ സർപ്പാസ് ചെയ്തിട്ട് ഇന്ത്യയാണ് വേൾഡിലെ തന്നെ ഏറ്റവും പോപ്പുലസ് നേഷനായിട്ട് കണക്കാക്കുന്നത്. റൈറ്റ്. അതിലെ നമ്മുടെ കണക്കും കൂടി നോക്കുക. ഇറ്റ് ഈസ് 142.86 crore പീപ്പിളാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വിച്ച് മിഷൻ ഓഫ് നാസ ഹാസ് ക്യാപ്ചേർഡ് ദ ഫസ്റ്റ് വ്യൂസ് ഓഫ് 9 ജൂപ്പിറ്റർ ട്രോജൻസ് ആൻഡ് 2 മെയിൻ ബെൽറ്റ് ആസ്ട്രോയിഡ്സ് നാസ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വ്യൂസ് ഓഫ് 9 ജൂപ്പിറ്റർ ട്രോജൻസ്. അതേത് മിഷനിലൂടെ എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഏതാ മിഷൻ? ആ മിഷൻ്റെ പേര് ലൂസി മിഷൻ ആണ്. ലൂസി എന്നുള്ള പേര് വരാനുള്ള ഒരു റീസൺ, ഇറ്റ് ഈസ് നെയിംഡ് ഇൻ ഓണർ ഓഫ് ദി ഫോസിലൈസ്ഡ് ഹ്യൂമൻ ആൻസിസ്റ്റർ ലൂസി. ലൂസി എന്ന് പറയുന്ന ഫോസിലൈസ്ഡ് ഹ്യൂമൻ ആൻസിസ്റ്റർ ആണ്. ആ പേര് അത് ലൂസി എന്നുള്ള പേരിലാണ് ഫോസിലൈസ്ഡ് ഹ്യൂമൻ ആൻസിസ്റ്റർ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അതേ പേര് തന്നെയാണ് ഈ മിഷനും കൊടുത്തിരിക്കുന്നത്. ലൂസി എവിടെയാണ് ഫോസിലൈസ്ഡ് ഹ്യൂമൻ ആൻസിസ്റ്ററെ നമുക്ക് കാണാൻ പറ്റുന്നത്? എത്യോപ്യയിലാണ് കേട്ടോ. ഇത് കണ്ടുപിടിച്ചത് 1974. ദ മിഷൻ്റെ പ്രത്യേകത, ഇറ്റ് ഇസ് നിയർലി 12 years long. അപ്പോൾ വളരെ നീണ്ട കാലമാണ് ഈ ഒരു മിഷൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വിൽ ബി ദ ഫസ്റ്റ് സ്പേസ് ക്രാഫ്റ്റ് ടു ട്രാവൽ എ ബിറ്റ് ബിയോണ്ട് ജൂപ്പിറ്റർ ആൻഡ് റിട്ടേൺ ടു ദ വിസിനിറ്റി ഓഫ് എർത്ത്. ജൂപ്പിറ്ററിൻ്റെ ബിറ്റ് ബിയോണ്ട് ജൂപ്പിറ്റർ ആൻഡ് ദെൻ ഇറ്റ് വിൽ കം ബാക്ക് ടു എർത്ത് എന്നുള്ളത്, വിസിനിറ്റി ഓഫ് എർത്ത് എന്നുള്ളതാണ് ലൂസി മിഷൻ്റെ പ്രത്യേകത. ജൂപ്പിറ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മിഷൻ്റെ പേര് ലൂസി എന്നായത് എന്തുകൊണ്ടാണെന്നുള്ളതും ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ. വിച്ച് ഇന്ത്യൻ ഇക്കണോമിസ്റ്റ് വാസ് ചോസൺ ഫോർ ദി പ്രസ്റ്റീജിയസ് മാൽക്കം ആദിശേഷയ്യ അവാർഡ് 2023? മാൽക്കം ആദിശേഷയ്യ അവാർഡ് 2023 കിട്ടിയിരിക്കുന്നത് ഉത്സ പട്നായിക് എന്ന് പറയുന്ന ഇന്ത്യൻ ഇക്കണോമിസ്റ്റാണ്. ഈ ഉത്സ പട്നായിക് നമുക്കറിയാം നമ്മുടെ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ വൈസ് ചെയർപേഴ്സണായ പ്രഭാത് പട്നായിക്കിൻ്റെ വൈഫാണ്. രണ്ടുപേരും മാർക്സിയൻ ഇക്കണോമിസ്റ്റാണ്. ഉത്സ പട്നായിക്കും അതേപോലെ തന്നെ പ്രഭാത് പട്നായിക്കും. റിനോൺഡ് ഇക്കണോമിസ്റ്റ് ഓഫ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ റെപ്യൂട്ടാണ് ഉത്സ പട്നായിക്. അവാർഡഡ് ആനുവലി, അതായത് ഈ മാൽക്കം ആദിശേഷയ്യ അവാർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അവാർഡഡ് ആനുവലി ബൈ ദി Malcolm and Elizabeth Adisheshaya Trust, and it honors outstanding social scientists. Social scientists, outstanding social scientists-നെ ഓണർ ചെയ്യുന്നതാണ് ഈ അവാർഡ് എന്ന് പറയുന്നത്. മാൽക്കം ആദിശേഷയ്യ അവാർഡ് ഈസ് റിലേറ്റഡ് ടു സോഷ്യൽ സയൻറ്റിസ്റ്റ് ഓർ ഇക്കണോമിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. What is the next question? Who became the first Indian woman to win the Wisden Almanach's
ക്രിക്കറ്റർ ഓഫ് ദ ഇയർ അവാർഡ്. സോ വിസ്ഡൻ അൽമനാക് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിത ഏതാണെന്നാണ് ചോദ്യം. അവരുടെ പേരാണ് ഹർമൻപ്രീത് കൗർ. സോ ഹർമൻപ്രീത് കൗർ എന്ന് പറയുന്നത് ഷീ ഈസ് ദ ക്യാപ്റ്റൻ ഓഫ് ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റ് ടീം. അതേപോലെ തന്നെ സൂര്യകുമാർ യാദവ് ഇസ് ദി 2020 ക്യാപ്റ്റനാണ്. ഹി ഓൾസോ വൺ ദിസ് ഓണർ ഓഫ് വിസ്ഡൻ അൽമനാക്സ് ലീഡിംഗ് T20 ക്രിക്കറ്റർ. സോ രണ്ടുപേരുടെ പേരും കൂടി ഓർത്തു വയ്ക്കുക. ആദ്യത്തെ വനിത ഹർമൻപ്രീത് കൗറാണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് which are the 2 varieties of seeds that were sent to space by the IAEA and the FAO to make them climate tolerant by exposing them to harsh surroundings. So 2 varieties of seeds സ്പേസിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഉദ്ദേശം? സോ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർഷർ ക്ലൈമറ്റിൽ, വെതർ കണ്ടീഷൻസിൽ, ക്ലൈമറ്റിൽ എങ്ങനെയാണ് അത് സർവൈവ് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും സർവൈവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെയൊക്കെ ഉള്ളത് നോക്കാൻ വേണ്ടിയിട്ട് സ്പേസിലേക്ക് 2 വെറൈറ്റീസ് ഓഫ് സീഡ്സ് അയച്ചിട്ടുണ്ടായിരുന്നു. 2 വെറൈറ്റീസിൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം. ഒന്ന് നമുക്കറിയാവുന്ന സ്വർഗം എന്ന് പറയുന്ന മില്ലറ്റിൻ്റെ സീഡാണ്. മറ്റൊരെണ്ണം അറബിഡോപ്സിസ് എന്ന് പറയുന്ന ഒരു സീഡാണ്. അപ്പോൾ ഈ 2 സീഡ്സാണ് സ്പേസിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദേ വെർ സെൻറ്റ് ടു ദി ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ആൻഡ് ബ്രോട്ട് ബാക്ക്. കൊണ്ടുപോയി എന്ന് മാത്രമല്ല, തിരിച്ചും കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് ടു ഡിറ്റർമിൻ ദ ഇഫക്റ്റ് ഓഫ് കോസ്മിക് റേഡിയേഷൻ, microgravity and extreme temperatures on plant genomes and biology. സോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് 2 സീഡ്സിനെ സ്പേസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കിയാലോ. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? വിച്ച് കൺട്രി ഈസ് പ്ലാനിങ് ടു എക്സ്പോർട്ട് 1 lakh ടോക്ക് മെക്കാക്സ് ടു ചൈന? സോ ടോക്ക് മെക്കാക്സ് എന്ന് പറയുന്നത് നമ്മുടെ മങ്കിയാണ്, ഒരു തരം മങ്കി, നമ്മുടെ ഓൾഡ് മങ്കി, നമ്മുടെ കുരങ്ങനെ പോലെ തന്നെ ഇരിക്കുന്ന ഇത്തിരി കൂടി വ്യത്യാസമുള്ളൊരു മങ്കിയാണ് ടോക്ക് മെക്കാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടോക്ക് മെക്കാക്സ് എക്സ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ചൈനയിലോട്ട്. അത് ഏത് രാജ്യമാണ് അങ്ങനെ എക്സ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദ്യം. ഏതാണ്? ശ്രീലങ്ക. സോ ദ ടോക്ക് മെക്കാക്ക് ഈസ് എൻഡമിക് ടു ശ്രീലങ്ക. ശ്രീലങ്കയിൽ നമുക്ക് കാണപ്പെടുന്ന മെക്കാക്കാണ് ഈ പറയുന്ന ടോക്ക് മെക്കാക്ക് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് ക്ലാസിഫൈഡ് ഓർ ഈ പറയുന്ന ഗ്രൂപ്പ് ദേ ആർ ക്ലാസിഫൈഡ് ആസ് എൻഡേഞ്ചേർഡ് ഓൺ ദി IUCN റെഡ് ലിസ്റ്റ്. സോ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഈ ടോക്ക് മെക്കാക്സിനെയാണ് ചൈനയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. ക്യാഷ് സ്ട്രാപ്ഡ് ശ്രീലങ്ക ഹാസ് റിമൂവ്ഡ് സെവറൽ സ്പീഷീസ് ഫ്രം ഇറ്റ്സ് പ്രൊട്ടക്റ്റഡ് ലിസ്റ്റ് റീസെൻ്റ്ലി, ഇൻക്ലൂഡിംഗ് all the 3 of its monkey species, peacocks and wild boars. സോ ക്യാഷിൻ്റെ ബുദ്ധിമുട്ട്, ഇക്കണോമിക്കലി സ്ട്രാപ്ഡ് ആയതുകൊണ്ട് ഇക്കണോമിക്കലി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ശ്രീലങ്ക എന്ത് ചെയ്തിരിക്കുന്നത്, ഒരുപാട് സ്പീഷീസിനെ പ്രൊട്ടക്റ്റഡ് ലിസ്റ്റിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതിലൊന്നാണ് ഈ പറയുന്ന മങ്കി സ്പീഷീസും, അതുപോലെ തന്നെ പീകോക്സിനെ, വൈൽഡ് ബോസിനെ എല്ലാം ഈ ഒരു ഗ്രൂപ്പിൽ നിന്നും പ്രൊട്ടക്റ്റഡ് സ്പീഷീസിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഓർത്ത് വയ്ക്കുക, ടോക്ക് മെക്കാക്സിനെ ചൈനയിലോട്ടൊക്കെ കയറ്റുമതി, 1 lakh ടോക്ക് മെക്കാക്സിനെ ചൈനയിലോട്ട് കയറ്റുമതി ചെയ്തിരിക്കുന്നത് ഏതാണ് നേഷൻ? ദാറ്റ് ഇസ് ശ്രീലങ്ക. Okay, and next question. Name the early warning system developed by the scientists of the Central Research Institute for Dryland Agriculture. So, CREDA, Dryland Agriculture early warning system ആണ് സയൻറ്റിസ്റ്റ് ഡെവലപ്പ് ചെയ്തതാണ്. അതിൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം. അതിൻ്റെ പേരാണ് ഫാമേഴ്സ് ഡിസ്ട്രസ് ഇൻഡെക്സ്. സോ ഫാമേഴ്സിൻ്റെ ഡിസ്ട്രസ് അളക്കാനുള്ള ഒരു വാർണിംഗ് സിസ്റ്റമാണ് ഈ ഫാമേഴ്സ് ഡിസ്ട്രസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ക്രീഡയാണ്. ആൻഡ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് നബാർഡ് ഫണ്ടഡ് പ്രോജക്റ്റാണ്. നബാർഡാണ് ഫണ്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് എ പ്രോജക്റ്റ് ഓൺ ഫാമേഴ്സ് ഡിസ്ട്രസ് ആൻഡ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ ക്വസ്റ്റിനെയർ. ഇറ്റ് ക്യാൻ ബി പ്രെഡിക്റ്റഡ് വെദർ എ ഫാമർ ഈസ് എക്സ്പീരിയൻസിങ് ഡിസ്ട്രസ് ഓർ നോട്ട്. സോ ക്വസ്റ്റിനെയറിൻ്റെ ബേസിസിലാണ് ഈ ഇൻഡെക്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ ക്വസ്റ്റിനെയറിൻ്റെ ബേസിസിൽ നമുക്ക് മനസ്സിലാകും ഈ പറയുന്ന ഫാമേഴ്സിന് ഡിസ്ട്രസ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, we'll move on to the next question. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ ഫസ്റ്റ് ഗ്ലോബൽ ബുദ്ധിസ്റ്റ് സമ്മിറ്റ് എവിടെയാണ് നടന്നത്? ഇറ്റ് വാസ് ഇൻ ന്യൂ ഡൽഹി. ഓക്കെ, ന്യൂ ഡൽഹി, ആൻഡ് ഇറ്റ് വാസ് ഹോസ്റ്റഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് കൾച്ചർ ഇൻ കൊളാബറേഷൻ വിത്ത് ഇന്റർനാഷണൽ ബുദ്ധിസ്റ്റ് കോൺഫെഡറേഷൻ. തീം ഒന്ന് ഓർത്തു നോക്കുക, റെസ്പോൺസസ് ടു കണ്ടംപററി ചാലഞ്ചസ്, ഫിലോസഫി ടു പ്രാക്സിസ്. വാട്ട് ഇസ് പ്രാക്സിസ്? പ്രാക്സിസ് ഇസ് പ്രാക്ടിക്കാലിറ്റി, പ്രാഗ്മാറ്റിസം. ഓക്കെ, സോ ഫസ്റ്റ് ഗ്ലോബൽ ബുദ്ധിസ്റ്റ് സമ്മിറ്റ് നടന്നത് ന്യൂഡൽഹിയിൽ. Now coming to the last question. According to reports, which country has become the world's largest narco state since the majority of its foreign currency earnings come from the production and export of Captagon? So Captagon എന്ന് പറയുന്ന ഒരു ഡ്രഗ് എക്സ്പോർട്ട് ചെയ്തിട്ട് ഫോറിൻ കറൻസി ഏൺ ചെയ്യുന്ന
ഒരു സ്റ്റേറ്റ് ഉണ്ട്, ഒരു കൺട്രി ഉണ്ട്. അതേത് കൺട്രിയാണെന്നാണ് ചോദ്യം. ആൻഡ് ഇറ്റ് ഹാസ് ബിക്കം ദി വേൾഡ്സ് ലാർജസ്റ്റ് നാർക്കോ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. ഏതാണ് ആ സ്റ്റേറ്റ്? സിറിയയാണ്. സോ കെപ്റ്റഗോൺ ഓൾസോ നോൺ ആസ് എ പുവർ മാൻസ് കോക്ക്, അതൊരു ഡ്രഗാണ്. ഓക്കെ, സോ ഈ പറയുന്ന പുവർ മാൻസ് കോക്ക് എന്ന് പറയുന്ന കെപ്റ്റഗോൺ, ഇറ്റ് ഈസ് എ ബാൻഡ് ഇല്ലിസിറ്റ് ഡ്രഗ്. സോ ഇല്ലീഗലായിട്ടുള്ള ബാൻഡ് ആയിട്ടുള്ള ഡ്രഗാണ്. ഇതാണ് സിറിയ എന്ത് ചെയ്യുന്നത്? ഫോറിൻ കറൻസി ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റുമതി ചെയ്യുന്നത്. റെക്കഗ്നൈസ്ഡ് ബൈ ദ UNODC 2021. സോ UNODC പറഞ്ഞിരിക്കുന്നത് ഒരു ബാൻഡ് ഇലിസിറ്റ് ഡ്രഗാണ്. ബട്ട് ഇറ്റ് ഹാസ് ബിക്കം ദി primary lifeline of Syria's economy, generating more than 90% of its foreign currency. So 90% of സിറിയയുടെ ഫോറിൻ കറൻസി വരുന്നത് കെപ്റ്റഗോൺ എന്ന് പറയുന്ന ഇല്ലിസിറ്റ് ഡ്രഗ് കയറ്റുമതി ചെയ്യുമ്പോഴാണ്. സോ ആൻഡ് ദാറ്റ് ഈസ് വൈ റിപ്പോർട്ട്സ് പറയുന്നത് വേൾഡ്സ് ലാർജസ്റ്റ് നാർക്കോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സിറിയയാണെന്നുള്ളത്. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്